ദേ, നിങ്ങൾ വീണ്ടും കരയാണോ? ചുമ്മാ കരയാതെ. കരയാനാണെങ്കിൽ ജീവിതം അവസാനം വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കലുണ്ടാവുള്ളൂ. ബൈബിളിൽ രക്തസ്രവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവളെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞത് എങ്ങനെയാണ്, അവൾ ഈ രോഗം കൊണ്ട് ഒരുപാട് ഭാരപ്പെട്ടു. അന്ന് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി, പുരോഹിതന്മാർ നീക്കി നിർത്തി. അവൾക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും വിറ്റ് ചികിത്സിച്ചിട്ടും ഈ രോഗം സൗഖ്യമായില്ല. എന്ന് പറഞ്ഞാൽ പിടിക്കാവുന്ന എല്ലാ കരങ്ങളും പിടിച്ചു, എന്നാൽ ഇംപോസിബിൾ എന്നൊരു വാക്ക് മാത്രമായിരുന്നു അവളുടെ ഈ രോഗത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു, യേശുവിൻ്റെ അടുക്കൽ വന്ന് നോക്കാം എന്നല്ല. നമ്മൾക്കില്ലേ ചിലപ്പോൾ കുറച്ചാൾ പ്രാർത്ഥിച്ച് നോക്കാം, പള്ളിയിൽ പോയി നോക്കാം, ആരാധിച്ച് നോക്കാം, മറുപടി കണ്ടില്ലെങ്കിൽ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ എന്ന് പറയുന്ന ഒരവസ്ഥയല്ല അവൾ. ഞാൻ യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് യേശു എന്നെ തൊടണ്ട, ഞാൻ അവനെ തൊടണ്ട, മറിച്ച് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പല്, ആ ഞാണ്ട് കിടക്കുന്ന നൂലിൽ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാവും. ആ ഒരു ഉറപ്പായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. യേശു കർത്താവ് അവിടെ അവളെ സൗഖ്യമാകുന്ന മൊമെന്റിൽ പറയുക, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടു. അവിടെ ഒരുപാട് പേര് തൊട്ടു, പക്ഷെ അവരുടെ മേലൊന്നും ശക്തി വ്യാപരിച്ചില്ല. മറിച്ച് വിശ്വസിച്ച് യേശുവിനെ തൊട്ട ആ സ്ത്രീ സൗഖ്യമായി. നമ്മുടെ ലൈഫിലും കരഞ്ഞുകൊണ്ടിരിക്കാതെ, വിഷമിച്ചുകൊണ്ടിരിക്കാതെ, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കാതെ വിശ്വാസത്തോടെ യേശുവിനെ ഒന്ന് തൊടാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇംപോസിബിൾ എന്ന വാക്കിനെ മാറ്റി പോസിബിൾ എന്നാക്കി തീർക്കും.